നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വിഭവം ചിക്കൻ കട്ട്ലറ്റാണ്. ഈ മഴക്കാലത്ത് ബേക്കറിയിൽ നിന്ന് കഴിക്കുന്നേക്കാളും നല്ല സ്വാദിലും വളരെ കുറഞ്ഞ ചിലവിലും കുറച്ചധികം കട്ട്ലറ്റ് പോലുള്ള സ്നാക്സ് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ദിവസങ്ങളോളം സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങ്, ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസും കൂടി ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലാണ് വേവിച്ചെടുത്തത്. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേകുന്ന ടൈം മതിയാകും ഈ ചിക്കൻ പീസസും വേകാനായിട്ട്. വെന്ത ചിക്കൻ പീസസ് ചൂടാറിയപ്പോൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കിള്ളിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ചൂടായപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കുറച്ചധികം ഉപ്പിട്ട് വേവിച്ച് കാരണമാണ് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാത്തത്. ഇനി ആ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങിയ ചിക്കന് പകരം ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പിടി മല്ലിയില ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഉടച്ചതിന് ശേഷം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന കട്ട്ലറ്റിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ മസാലയുടെ സ്വാദ് ഉണ്ടാവില്ല. നമുക്കിതിനകത്തേക്ക് വേവിച്ച് ഗ്രീൻ പീസോ അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം 10-30 കട്ട്ലറ്റിനുള്ള മസാലയാണ്. ഇതിൽ നിന്ന് പകുതി എടുത്ത് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. ഒരു 5-6 ദിവസം കേടാവാതെ ഇരുന്നോളും. ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഒന്ന് ഉരുളകളാക്കി നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ കുറച്ച് നീളത്തിൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. റൗണ്ട് ഷേപ്പിലാണെങ്കിലും അല്ലെങ്കിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം മതിയാകും ഈ കട്ട്ലറ്റ് മൊത്തം മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഒരു 3-4 സ്ലൈസ് ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിലും കൂടെ മുക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ കൈകൊണ്ടാണ് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡിലേക്ക് മുക്കുമ്പോഴത്തേക്കും കയ്യിൽ ആ ബ്രെഡ് പൊടി ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫോക്ക് ഉപയോഗിച്ചിട്ടാണ് ഓരോ കട്ട്ലറ്റും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടുന്നത് കേട്ടോ. ഒരു 3-4 ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് പിന്നെ കൈകൊണ്ട് തന്നെ ആ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വിട്ട് വെച്ചിട്ട് മുട്ടിക്കാതെ വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാവുന്നതാണ്. ദിവസങ്ങളോളം കേടാവാതെ അതെങ്ങനെ ഇരുന്നോളും. അപ്പം ഓയിൽ ചൂടായപ്പോഴത്തേക്കും ഞാൻ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരുവിധം മൊരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇരുപുറവും ഒരുപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തീർച്ചയായും നിങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കണം. ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, വെജ് മാത്രം ആക്കാം. അതല്ലെങ്കിൽ ചിക്കന് പകരം നമുക്ക് മറ്റ് ബീഫ് ചേർത്താലും മതിയാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.